വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിക്കുന്ന രക്ഷകനായ യേശുവിൻ ഏവങ്കേലിയോനിലെ പ്രഘോഷണം. ദൈവ വായന ഇപ്രകാരമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 5-ാം വാക്യം ഇങ്ങനെ യേശു സംസാരിക്കുന്നു. യേശു അവരോട്, നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. അവർ 7 എന്ന് പറഞ്ഞു. ജീവിത മേഖലകളിലും ഈ ഭൂമുഖത്തും വരുവാനിരിക്കുന്ന ലോകത്തും മനുഷ്യ ജീവിതത്തിൻ്റെ വിധി കൽപ്പിക്കുന്നത് ദൈവവചനപ്രകാരം മത്തായിയുടെ സുവിശേഷം 25:35-36, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ദാഹം തീർത്തു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ശുശ്രൂഷിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ അന്യനായിരുന്നു, നിങ്ങൾ എന്നെ കൂട്ടിച്ചേർത്തു എന്ന വചനം. ഇതത്ര മരണശേഷം ഉള്ള വിധികൽപ്പനയുടെ പരിണിത ഫലം എന്ന് ദൈവവചനം നമ്മളെ ബോധിപ്പിക്കുകയാണ്. അന്നദാനമാണ് ഏറ്റവും വലുതായ ദാനം എന്നത്ര ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ യേശു തൻ്റെ മക്കളുടെ ശാരീരിക ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്ന, അതിനോട് കാരുണ്യം തോന്നുന്ന, ദയ തോന്നുന്ന, മനസ്സിന് തോന്നുന്ന ഉടയൻ തമ്പുരാനെ, സൃഷ്ടികർത്താവിനെ, മഹാകാരുണ്യവാനെയാണ് കാണുന്നത്. യേശുവിൻ കൂടെ 3 ദിവസം അനേകായിരം ജനതകൾ വന്നു. അവരെ പട്ടിണിയായി വിടാൻ 3-ാം ദിവസം യേശുവിന് ഇഷ്ടം തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ആഹാരം കഴിച്ചിട്ടില്ല. അവരുടെ വീടുകളിലേക്ക് അയച്ചാൽ അവർ വീണ് പോകും എന്ന് കണ്ടുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, അവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണമെന്ന്. അങ്ങനെ ശിഷ്യന്മാർ 7 അപ്പം യേശുവിൻ്റെ കരങ്ങളിൽ ഉള്ളത് കൊണ്ടു കൊടുത്തു, കുറേ ചെറുമീനും. അവൻ 7 അപ്പവും ചെറുമീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യഗണങ്ങൾക്ക് കൊടുത്തു. 4000 പുരുഷന്മാരും അനേകായിരം സ്ത്രീകളും കുട്ടികളും തിന്ന് തൃപ്തരായി എന്ന് ദൈവവചനം. 1943 ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 2 കുട്ടികൾ, ജേക്കബും തൻ്റെ സഹപാഠിയും, ദിവസം കിട്ടുന്നത് 1 റൊട്ടി മാത്രമാണ്. അനേകായിരങ്ങളാണ് പട്ടിണിക്കോലങ്ങളായി ചത്തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണീക്കാൻ പാടില്ലാതെ ജേക്കബ് എന്ന കുട്ടിയും തൻ്റെ സഹപാഠി മരിക്കാൻ തുടങ്ങുന്നു കണ്ടപ്പോൾ തൻ്റെ കരത്തിലിരുന്ന 1 റൊട്ടി 2ആയി മുറിച്ച് തൻ്റെ സഹപാഠിയെ തീറ്റി. അതിനുശേഷം ജേക്കബ് പട്ടിണി കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് മരിച്ചു. അത്ഭുതകരങ്ങളാൽ തൻ്റെ സ്നേഹിത എന്ന പെൺകുട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു, വളർന്നു. തൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ തന്നെ മരിക്കുന്നവരെ 80 വയസ്സ് വരെ ജേക്കബിൻ്റെ സ്നേഹിത പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ആഹാരം കഴിക്കുമ്പോൾ താൻ വിഷ്പർ ചെയ്യും, ജേക്കബ് 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 എന്ന്. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഈ അനുഗ്രഹീത ഞായറാഴ്ച ഞങ്ങൾ കേട്ട ജീവൻ്റെ വചനം, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നു എന്ന്. ഇത് നിൻ്റെ കൽപ്പനയാണ്. ഈ ലോകത്തും വരും ലോകത്തും നിത്യതയുടെ വിധി കൽപ്പിക്കുന്നത് ഇതേ വചനങ്ങളാണ് നാഥ. നിൻ്റെ മക്കളെ പട്ടിണിയായി വിടുവാൻ തയ്യാറല്ല.
നീ അവരെ സഹതിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്നവനുമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഞങ്ങൾക്കുള്ള ആഹാരം മറ്റുള്ളവർക്ക് വിശക്കുന്ന മനുഷ്യന് കൊടുക്കുവാനുള്ളതായ എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ